my cuties, it's me Neeraja Moose Indian Secret Foodie. Welcome back to my YouTube channel. ഇന്ന് ഞാൻ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ ദേ ഇപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. എൻ്റെ സ്കിൻ കെയറും നൈറ്റ് റൂട്ടീനും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഈ വീഡിയോ എന്ന്. യെസ്, ഓഫ് കോഴ്സ് ഒരു നൈറ്റ് സ്കിൻ റൂട്ടീൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വല്ലപ്പോഴാണ് വീക്കിലി വൺസ് ഉള്ള എൻ്റെ ഡീപ്പ് റൂട്ടീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് കുളിക്കുന്നതിന് മുന്നിൽ എന്തൊക്കെ ചെയ്യും, കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യും, എൻ്റെ 12 hours ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുളിക്കുന്നതിന് മുന്നിൽ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യും, ഫേസ് മാസ്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ, ഹെയർ ലാൻഡ് ഡാൻഡ്രഫ് സീറം അത് ഇതൊക്കെ സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, കുളി ഇല്ലാട്ടോ പ്രൊഡക്ട്സ്, അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം സ്കിന്നിൽ ചെയ്യുന്ന റൂട്ടീൻ, ഹെയറിൽ ചെയ്യുന്ന റൂട്ടീൻ, ബോഡിയിൽ ചെയ്യുന്ന റൂട്ടീൻ, ഇത് ഇത്രയാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നു. 2-3 പേര്, ഞാൻ കുറേ പേരൊന്നും കള്ളം പറയുന്നില്ല, 2-3 പേര് എനിക്കിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ് റൂട്ടീൻ അല്ലെങ്കിൽ ഡേ റൂട്ടീൻ വീഡിയോ ഇടാമോ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇച്ചിരി സമയം ഉണ്ടായിരുന്നു. ഇച്ചിരി സമയം എന്ന് പറയാൻ പറ്റില്ല. അലക്സ, വാട്ട്സ് ടൈം നൗ? അലക്സ, വാട്ട്സ് ടൈം നൗ? The time is 10:44 p.m. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇത് കഴിഞ്ഞ് നേരെ ചെന്ന് കിടന്നാൽ രാവിലെ 6 മണിക്ക് എനിക്ക് ഷിഫ്റ്റിന് പോകാം, ഡോണ്ട് വറി. സോ അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാം എൻ്റെ ഓൺ വോയിസിൽ ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആർക്കെങ്കിലും എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു വിൻ്റർ ഡേ, വിൻ്റർ ടൈം, സമ്മറിന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. സോ ഒരു വിൻ്റർ ടൈമിൽ എന്തൊക്കെ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിവേ, ഞാൻ ഉടനീളം വീഡിയോൻ്റെ ഇടുന്നതെല്ലാം എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കുന്നത് കുറവായിരിക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി, ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഇതിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെയും പിന്നെ അണ്ടർആം റോളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് നാട്ടിലെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നാട്ടിലെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഇവിടെ ഉള്ളതാണെങ്കിൽ കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ റെറ്റിനോൾ സീറം ഒക്കെ നാട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഞാനൊരു 3-4 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിവേ, വീട്ടിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഗൈസ്, ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോവുകയാണ്. എനിക്ക് തൊണ്ട നല്ല വേദനയുണ്ട്. ഞാൻ ഇച്ചിരി ഗ്ലൂ ആയിട്ടില്ല, കാണിച്ചരാ. ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലോക്കൗട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോയി. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി നമുക്ക് നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്നേക്കുവാണ്. കോർണിംഗ് ബെല്ലടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഡോർ ഓർക്കട്ടെ, മതി തുറക്കത്തില്ല ഇപ്പോഴൊന്നും. ഇപ്പൊ വരും. എന്താ ഇവിടെ നല്ല മണം ഉണ്ടല്ലോ. എന്തു പറ്റി? ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. നമ്മൾ ഈ 100 പ്രശ്നങ്ങളിലിരിക്കുമ്പോൾ ഈ 101ാമത്തെ പ്രശ്നം വരില്ലേ, അതാണിത്. മര്യാദയ്ക്ക് വീട്ടിൽ പോയി കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ പോയി. അല്ല ബിരിയാണി ഉണ്ടെന്നും പറഞ്ഞ് കൊതിപ്പിച്ച് വിളിച്ചു വരും. എന്തായാലും നമുക്ക് നല്ല മണം പപ്പടം, എന്താ മോരറിയോ, സാലഡ്, എൻ്റെ ഓൺ റെസിപ്പി. എന്ത് പറ്റുന്നു ബിരിയാണി ഉണ്ടാക്കാൻ കാര്യം? രാവിലെ എനിക്ക് ഉറക്കം കഴിച്ചപ്പോ ബിരിയാണി കഴിക്കുന്നു. അത് കഴിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നി ലിവർ ഉണ്ടാക്കണം. ലിവർ റോസ്റ്റ്. ഞാൻ ഇതിന്റെ കുണ്ടി മാത്രമേ കഴിക്കൂ. എനിക്ക് അതൊന്നും ഇഷ്ടം. അതെ, നമ്മള് ഭയങ്കര സെയിംപൂസാണ്. എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് തൊണ്ട നല്ല പെയിനുണ്ട്, ശരീരം അനക്കാൻ വയ്യ, എനിക്ക് ഒട്ടും വയ്യ. സോ അപ്പം കഴിച്ചിട്ട് പോയി നമുക്ക് കുളിക്കാം. സോ ഗൈസ്, ഞാൻ ഇതേ കഴിക്കാൻ പോവാണ്. ചോറുണ്ട്, ലിവറിൻ്റെ ഗ്രേവി ഉണ്ട്, പിന്നെ നാരങ്ങാച്ചാറ്. സോ ബിരിയാണിയാണ്, സാലഡ്, പപ്പടം.
സോ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോ വെറുതെ. ഇഷി ചേച്ചിയുടെ ഫുഡെല്ലാം സൂപ്പറാണെന്നാൽ ബൈ ബൈ. ഇത്രയും നല്ല ബിരിയാണി തന്നെ സഹായിച്ച നിഷ അലക്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദികൾ അറിയിച്ചുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ഇവിടെയൊക്കെ രാത്രി ഇങ്ങനെയാണ്. ബൈ സീ യു. ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് ക്ലീശയാണല്ലേ ഞാൻ ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഹോമിൽ പോയിട്ട് തിരിച്ച് റൂമിലേക്ക് വരുന്നത്. താഴെ ഞാൻ ചേച്ചി പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര കട്ടയപ്പോൾ ഒന്നുകൂടെ ചൂടാക്കാൻ വെച്ച് ഇന്ന് തിന്നാനല്ല നാളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാഗൊക്കെ ഒരു സൈഡിലോട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ സാധനം വരും. ഇത് നാളെ നമുക്ക് ഇടാനുള്ളതാണ്. നമ്മൾ ഇത് ഇതിൻ്റെ സ്ഥാനത്ത് വെക്കും. അതിനുശേഷം ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് കോമൺ ആയിട്ട് ഞാൻ ഇതിട്ടേക്കും, കാരണം ഇത് നമ്മൾ നാളെ യൂസ് ചെയ്യാനുള്ളതല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഹെയറിൽ ആൻറ്റി ഡാൻഡ്രഫ് സിറം തേക്കാന്നുള്ളതാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വീക്ക്ലി ട്വൈസ് ഒക്കെ കുളിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ സ്കാൾപ്പ് ഡ്രൈ ആയിട്ട് ആൻറ്റി ഡാൻഡ്രഫ് വരുന്നുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ മുന്നിലെ ആണെങ്കിലും ശേഷമാണെങ്കിലും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് സിറം ആണ്. CPH കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. പിന്നെന്തോ വായിക്കൊള്ളാത്തൊരു വലിയ പേരും. സോ മിനിമലിസ്റ്റിൻ്റെ ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ. ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക എന്നുള്ളതാണ്. ട്രീറ്റ് ആൻറ്റി ഡാൻഡ്രഫ് ആൻഡ് ഇച്ചിങ്. എനിക്കങ്ങനെ ചൊറിച്ചിലൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ അതെ വെള്ളപ്പൊടി പോലെ ഇങ്ങനെ ഇളകുന്നുണ്ട്. അപ്പം സ്കാൽപ്പിൽ നന്നായിട്ട് നമ്മളിത് ഇറ്റിച്ചിങ്ങനെ കൊടുക്കുവാണ്. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള രീതി കാണിച്ചു. കണ്ടോ, സ്കാൾപ്പിൽ നല്ല രീതിയിലാവുന്നത്. എവിടെയൊക്കെയാണ് ഡാൻഡ്രഫ് കൂടുതലുള്ളത് അവിടെയൊക്കെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം. കാരണം ഇത് നമ്മളെപ്പോഴും കുളിക്കുന്നതിന് മുന്നേ നല്ലപോലെ ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുളിക്കുന്നതിന് മുന്നിലേക്ക് ഇത് യൂസ് ചെയ്തിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ 1-2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. എപ്പോഴൊക്കെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഡാൻഡ്രഫ് സമ്മർ ടൈമിൽ അങ്ങനെ വരാറില്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുമല്ലോ. ഞാൻ കുളിക്കാതിരിക്കുമ്പോൾ ഒരു 3 ദിവസവും കുളിക്കാതിരിക്കും. തല കുളിക്കാണ്ടിരിക്കും. കുളി എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നു. തലയൊക്കെ കുളിക്കാതിരിക്കുന്ന സമയത്താണ് കൂടുതലും ഡാൻഡ്രഫ് ഇങ്ങനെ വരുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യാൻ പിന്നെ ഞാൻ പറയണ്ടല്ലോ, കൂടുതലും ഇങ്ങനത്തെ നമുക്ക് ഡാൻഡ്രഫ് കൂടുതലും എവിടെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഭാഗത്ത് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, പുറത്ത് കാണുന്ന കുറച്ച് ഭാഗമുണ്ട് അവിടുത്തെ ഡാൻഡ്രഫ്. എന്താ ഇപ്പം തന്നെ ചൊറിയുമ്പോൾ ഡാൻഡ്രഫ് ഇങ്ങനെ വരുന്നുണ്ട്. സോ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പോയി ഷൂ മാറ്റി ചെരുപ്പിട്ടിട്ട് വരാം. സോ നമ്മുടെ തല നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ വാരി പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ ഹെയർ റിമൂവറാണ്. സോ അതിന് മുന്നേ കൈ നന്നായിട്ട് കഴുകുക. ഞാൻ കഴുകിയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ മസാജ് ചെയ്തതിൻ്റെ ഡാൻഡ്രഫൊക്കെ കഴുകണമെങ്കിൽ ഫേസിൽ പെട്ടെന്ന് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. സോ ഞാൻ ഫേഷ്യൽ റൈസിന് ഇങ്ങനത്തെ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇവിടുത്തെ ഒരു കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇവിടുത്തെ ഒരു ഹെയർ കുറച്ച് കട്ടിക്കാണ് വളരുന്നത്. അപ്പം ഞാൻ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവിടുത്തെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എപ്പോഴും ഇത് പ്ലക്കിൻ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പം അവർ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്ലക്കിൻ ചെയ്യരുത്, നിങ്ങൾ ഷേവ് വേണം ചെയ്യാനെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഇന്ന് ഞാൻ മൊത്തത്തിലൊരു ഷേവ് ചെയ്യുവാണ്. ഞാൻ 2-3 ദിവസത്തിന് മുന്നിലാണ് ചെയ്തത്. എന്നാലും എന്തായാലും നമ്മൾ ഫുൾ സ്കിൻ കെയർ ചെയ്യുമല്ലേ, എൻ്റെ കൂട്ടത്തിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ രീതിയിൽ ഹെയർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും കാണിച്ചു തരാം. ഇത്രയും ഹെയർ എൻ്റെ കയ്യിലുണ്ട്. ഇനി എനിക്ക് ഇത് ഐബ്രോസിൻ്റെ അവിടെ ചെയ്യും. ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ട് ഏകദേശം 1 വർഷം
ഏപ്രിൽ ആകുമ്പോൾ 1 വർഷം. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴാണ് സലൂണിൽ പോയിട്ട് ഐബ്രോസ് ത്രെഡ് ചെയ്തത്. ബാക്കി ഇവിടെ ഞാൻ ഒരു സലൂണിലും ഇതുവരെയ്ക്കും പോയിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, കാരണം എനിക്ക് ഐബ്രോസ് അങ്ങനെ വളരാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് ചെയ്യാവുന്നത്ര രീതിയിലുള്ള വളർച്ച എൻ്റെ ഐബ്രോസിനുള്ളൂ. കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഈ ഒരു ഭാഗത്തുണ്ടാവും. സോ ഇത് കഴിഞ്ഞ് തുടച്ചിട്ടൊന്ന് കാണാം. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ് സ്ക്രബാണ്. ഇതെനിക്ക് ഡെയിലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ ചെയ്യണം എന്ന് തന്നെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറില്ല. അപ്പോൾ പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽറ്റ് എന്ന് പറഞ്ഞിട്ട് വീഗൻ ലിപ് സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു നല്ല സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രബ് ഇല്ലെങ്കിൽ ഷുഗർ പിന്നെ ലെമൺ അങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷേ ലെമൺ കൂടുതൽ നമ്മൾ ചുണ്ടിലിട്ട പീലളവാൻ ഭയങ്കര ഇത് കൂടാം. എൻ്റെ ചുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആൻഡ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ചുണ്ടായിരുന്നു. ഇപ്പോഴും പിഗ്മെൻറ്റഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ ഇടയായിട്ട് കഴിഞ്ഞൊരു 2 ദിവസമായിട്ട് ഞാനൊരു ലിപ് ബാം മേടിച്ചിട്ടുണ്ട്, ഒരു കൊറിയൻ ലിപ് ബാം. എല്ലാ ദിവസവും രാത്രി ലിപ് മാസ്ക്, എല്ലാ ദിവസവും രാത്രി ഞാൻ അതിട്ടിട്ടാണ് കിടക്കുന്നത്. അതിനുശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, ലിപ്പ് ഇളകുന്നതിന് നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇളകാറില്ല, കുറച്ചിങ്ങനെ മോയ്സ്ചറായിട്ടിരിക്കുക എപ്പോഴും. സോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ലിപ് ബാമാണ്, ലിപ് സ്ക്രബാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് നല്ലപോലെ ഇത് ചെയ്യുക. കാരണം ഇപ്പോൾ ചുണ്ട് കുറച്ച് പിഗ്മെൻറ്റഡ് ഉണ്ട്. പിഗ്മെൻറ്റഡ് മാറ്റി നമുക്ക് ഡ്രൈ ലിപ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ലിപ് സ്ക്രബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഞാനിങ്ങനെ ഡീപ്പായിട്ട് ഒരു കുളിക്കുന്ന ദിവസമൊക്കെ ഈ ഒരു സ്കിൻ കെയർ ഞാൻ പൊതുവെ ചെയ്യാറുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഇല്ല. പിമ്പിൾസ് വന്ന പാട് ബ്ലാക്ക് മാർക്സ് ആണുള്ളത്. പക്ഷെ അതും എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല. പതിയെ പോവായിരിക്കുമല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഡ്രമാക്കോൻ്റെ സാലിസിലിക് ആസിഡ് ക്ലേ മാസ്കാണ്, ഫേസ് മാസ്കാണ്. സാലിസിലിക് ആസിഡ്, കോലിൻ ക്ലേ, ആക്റ്റീവ് ചാർക്കോൾ, ട്വൈസ് ഇൻ എ വീക്ക്. ഞാനിത് കുറേ നാളായി ഇട്ടിട്ട് എനിക്കിതിരുമ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട്. പിമ്പിൾ അഗ്നി പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡിൻ്റെ ഈ ക്ലേ മാസ്ക് നല്ലതാണ്. അധികം മുഖക്കുരുവും കാര്യങ്ങളൊന്നും വരത്തില്ല. ഞാനിത് റെക്കമെൻഡ് ചെയ്യും കേട്ടോ. കാരണം ഞാനിത് ഏകദേശം യൂസ് ചെയ്ത് തീരാറായി. എല്ലാ ദിവസവും ഒന്നുമില്ല, ഇങ്ങനെ വലിയൊരു കുളിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പൊതുവേ ചെയ്യുന്ന സ്കിൻ കെയറിൽ മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഇടുമ്പോൾ ഭയങ്കര തണുപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു തണുപ്പെന്ന് പറയുന്നത്. കണ്ടോ, ഇതിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ കുളി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഒരു സാധനം ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ സ്ക്രബ് ചെയ്യും. ഓക്കെ, ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം. സോപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ വിശാല കുളിയിലേക്ക് കടക്കുകയാണ്. കുളിക്കുമ്പോൾ ഷാമ്പു ചെയ്യാറുണ്ട്, കണ്ടീഷണർ ചെയ്യാറുണ്ട്, ബോഡി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്, പിന്നെ ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട്, ബോഡി വാഷ് യൂസ് ചെയ്യാറുണ്ട്, ബോഡി ക്രീം യൂസ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ ഞാൻ എന്തായാലും കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. എന്തായാലും ഇത് കഴിഞ്ഞു. ഇനി ഞാൻ പോയി ഒരു 15 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സോ ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഓരോ സാധനമായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കുളിച്ചിട്ട് വെള്ളം നനച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ കളർ പ്രൊട്ടക്റ്റഡ് ഷാമ്പൂ ആണ്, വിത്ത് UV ഫിൽറ്റർ ആൻഡ് റെഡ് പെനോയ് അങ്ങനെ എന്തോ സംഭവം. 10 വീക്സിൽ കളർ പ്രൊട്ടക്ഷൻ ആയിരിക്കും. കാരണം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കളർ ചെയ്ത് വന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തത്. ഇത് കിടില സാധനം കേട്ടോ. നമ്മൾ ഹെയറിലെ കളർ അങ്ങനെ പോവാണ്ട് അങ്ങനെ നല്ല സാധനമാണ്. ഹെയർ കളർ പ്രൊട്ടക്ഷനൊക്കെ നല്ലതാണ്. അതേ സെയിം കമ്പനീൻ്റെ തന്നെ കളർ പ്രൊട്ടക്ഷൻ കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും നല്ലതാണ്. കാരണം ഞാൻ കളറൊക്കെ അടിച്ചിട്ട് വന്ന് വേറെ ഏത് ഷാമ്പു തേച്ചാലും ചുമപ്പ് കളറൊക്കെ ഇങ്ങനെ കഴുകി ഇറങ്ങുന്നത് കാണാം. പക്ഷേ ഇതെനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ നാളുണ്ടാവും. ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചില ദിവസമാണെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ
ഈ ഒരു ഷാമ്പൂ ഞാൻ യൂസ് ചെയ്യും ചില ദിവസം, വല്ലപ്പോഴും തോന്നുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണേ. ഇതൊരു ഹെയർ റിമൂവൽ ക്രീമാണ്. ഇതൊരു വെസി എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡാണ്. ഇതെനിക്ക് വലിയ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ 1-2 തവണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാനത് യൂസ് ചെയ്യും. എനിക്ക് ഹെയർ ഇല്ല, എന്നാലും യൂസ് ചെയ്യും. അടുത്ത ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് NIP Feb. ഇത് ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൻ്റെ സാലിസിലിക് ഫിക്സ് ഫേഷ്യൽ സ്ക്രബാണ്. ഇത് നല്ല സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂസ് ചെയ്ത് ഏകദേശം തീരാറ്. ഇത് ഇവിടുത്തെ നമ്മുടെ എന്താ പേര്, സൂപ്പർ ഡ്രഗിൽ നിന്ന് മേടിച്ച സംഭവമാണ്. നല്ല. അതിനുശേഷം ഞാൻ ബോഡി വാഷായിട്ട് യൂസ് ചെയ്യുന്നത് ടെഡ് ബേക്കറിൻ്റെ ലണ്ടൻ M എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ മെൻസ് യൂസ് ചെയ്യുന്ന ഒരു ബോഡി വാഷാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ലും. ഇത് ബോഡിയിൽ ഇട്ടതിന് ശേഷം ഇത് ഒരു ദിവസമൊക്കെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു സ്മെല്ലും, പിന്നെ നന്നായിട്ട് അഴുക്കൊക്കെ കഴുകി ഇറക്കാനൊക്കെ നമുക്ക് നല്ലോണം പറ്റിയൊരു സാധനമാണ്. ഈ ബോഡി വാഷ് യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു എക്സ്ട്രാക്റ്റിൻ്റെ ബോഡി കെയർ ഷീം ബട്ടർ ബോഡി സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം കഴിയാറായി, കുറച്ചും കൂടെ ഉള്ളൂ. പിന്നെ വിത്ത് ആലമണ്ട് സ്ക്രബ് ഫോർ സ്മൂത്തർ സ്കിൻ. സോ ഇത് ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് അവിടുത്തെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ഒന്ന് എക്സ്ഫോളിയേഷൻ ചെയ്യണമെന്ന്. സോ ഇന്നാണ് ആ ദിവസം എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഇത് തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ട്രോപ്പിക്കൽ കോക്കനട്ട് ഷീ ബട്ടറിൻ്റെ ഷവർ ജെല്ല്. ഇത് കോക്കനട്ടിൻ്റെ ഒരു മണവും ഒരു ഇതുമാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ എന്നെ കണ്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി ഹെയറൊക്കെ ഡ്രൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്. ഫസ്റ്റ് ഞാൻ ഓർഡിനറിൻ്റെ ഒരു ഡബിൾ ക്ലെൻസിങ് എല്ലാ ദിവസവും രാത്രി ഡബിൾ ക്ലെൻസിങ് ചെയ്യും. ഫസ്റ്റ് ഓർഡിനറിൻ്റെ ഒരു ഗ്ലൈക്കോളിക് ക്രീം ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യും. രണ്ടാമത് ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് ലോറിയൽ പാരിസിൻ്റെ ബ്രൈറ്റ് റിവൽ സ്പോട്ട് ഫേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാനൊരു 3ാമത്തെ ബോട്ടിൽ എന്തോ ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം ഒരു മൗത്ത് വാഷും കൂടെ യൂസ് ചെയ്യും. പിന്നെ ഇത് രണ്ടും ന്യൂട്രീജൻ്റെ സാലിസിലിക് ആസിഡ് 2% ഫേസ് വാഷും. ഇത് ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ക്രീം ഡീപ്പ് ആക്ഷൻ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷും. പണ്ട് ഞാൻ സാലിസിലിക് ആസിഡിൻ്റെ ഒരു പ്രാന്തിയായിരുന്നു. കാരണം എനിക്ക് നല്ല ഓപ്പൺ പോഴ്സും നിപ്പോൺ സ്കിന്നൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ സാധനങ്ങളാണ് കേട്ടോ. സോ അപ്പോൾ മനസ്സിലായില്ലേ, ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്ത് എൻ്റെ കുളി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുക. അപ്പം എന്തൊക്കെ ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്യും, സ്ക്രബ് യൂസ് ചെയ്യും, ബോഡി എക്സ്ഫോളിയേഷൻ ചെയ്യും. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ക്ലെൻസിങ് ആണ്. ഒരു ക്ലെൻസറും പിന്നെ ഒരു ഫേസ് വാഷും വെച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം പിന്നെ വന്നിട്ട് ബോഡി ലോഷൻ, റെറ്റിനോൾ സീറം, നമ്മുടെ ഹൈഡ്രേഷനായിട്ട് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ ചില ദിവസങ്ങളിൽ മാസ്ക് യൂസ് ചെയ്യും. ഇന്ന് നമുക്ക് മാസ്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബൈ, കുളിച്ചിട്ട് കാണാം. ഹലോ, എൻ്റെ വിശാലകരമായ കുളി ഞാൻ പാസ്സാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ, പിന്നെ ബോഡി ലോഷൻ. എക്സ്ഫോളിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും സ്കിന്ന് ഭയങ്കര സ്മൂത്തായിട്ടോ. കാരണം എൻ്റെ കൈ ഞാൻ അങ്ങനെ ഹെയർ റിമൂവൽ ചെയ്യാറില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടിട്ട് ഇതിൻ്റെ കൂടെ ആ ബോഡി ലോഷനൊക്കെ ഇട്ടാൽ കിടന്നുറങ്ങുമ്പോൾ സുഖമായി. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ്, കാണിച്ചു തരാം. ഓക്കെ, നൈറ്റ് ഞാൻ ഏകദേശം 2 ടോണറുകൾ മാറ്റി യൂസ് ചെയ്യും. ഒന്ന് ഒരു കൊറിയൻ ടോണർ, രണ്ടെന്ന് പറഞ്ഞത് പ്ലംബിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്. അപ്പം ഇത് നമുക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എനിക്ക് സംഭവം സാധാ ടോണർ മാതിരി ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ എല്ലായിടത്തും ആകുമെന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ടോണർ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ വിടും കേട്ടോ. സോ ഇങ്ങനെ ഇത് ഡ്രൈ ആകുന്ന സമയത്ത് ഞാനൊരു ലിപ് മാസ്ക് ഇടുവാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞിട്ടില്ല, ഈ ഒരു ലിപ് മാസ്ക് ഇട്ടതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റം എൻ്റെ ചുണ്ടിന് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ സാധനമുണ്ട്. എനിക്കിതിൻ്റെ പേര് ആയില്ല വരില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് പറയാത്തത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അയച്ചു തരാം. എന്താ ഭയങ്കര പ്ലംബി ആയിട്ട് ഭയങ്കര മോയ്സ്ചറൈസ്ഡ്. രാവിലെ ഉറക്കം അണിച്ച് നമ്മൾ മുഖം കഴുകിയാലും ഇല്ലെങ്കിലും ഇതിങ്ങനെ നമ്മുടെ ഒരു ഇതിലുണ്ടാവും. അതാണ് എനിക്ക് ഈ ലിപ് ബാം കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഇത് നല്ല രീതിയിൽ ടോണർ ഒന്ന് ഡ്രൈ ആവാൻ വിടരുത്.
ചെറിയ ഒരു വെറ്റോടെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്യേണ്ടത്. റെറ്റിനോൾ സിറം യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഈ ഒരു ഏരിയ അണ്ടർ ഐ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും യൂസ് ചെയ്ത് വളരെ കുറച്ച് എമൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോക്സ്റ്റൈലിൻ്റെ റെറ്റിനോൾ സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഫോക്സ്റ്റൈലിൻ്റെ പ്രൊഡക്ട്സുകൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് സ്ക്രബൊക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ടോ മുഖം നല്ല രസമുണ്ട്. സോ ഈ ഒരു റെറ്റിനോൾ സിറവും കോസറക്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സുമാണ് എൻ്റെ സ്കിന്ന് പിമ്പിൾസൊക്കെ മാറി ഒരു ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ എനിക്കുള്ളത് പിമ്പിൾ വന്നതിൻ്റെ ഡാർക്ക് മാർക്സാണ്. അത് ഉടനെ തന്നെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് കോസറക്സിൻ്റെ അണ്ടർ ഐ ജെല്ലാണ്. ഈ എൻ്റെ ആപ്ലിക്കേറ്റർ വർക്കാവുന്നില്ല. അപ്പം ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഇത് ഊരിയിട്ട് കുറച്ച് എമൗണ്ട് മതി നമുക്ക് കണ്ണിൻ്റെ താഴെ തേക്കാനാണ്. ആപ്ലിക്കേറ്റർ വർക്കാകത്തോണ്ടാണ് ഇത് ഞാൻ കുറച്ച് മണി യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കണ്ണിൻ്റെ താഴെയും മുകളിലും ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. ഇതെങ്ങനെയാണ് മസാജ് ചെയ്യുന്നത്? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതെനിക്ക് ഭയങ്കര ആയിട്ട് വർക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഉറക്കം ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കവിളും കണ്ണും ഇങ്ങനെ തടിച്ച് ഇങ്ങനെ ഇരിക്കും. ആ ഒരു തടിപ്പ് മാറാനും മറ്റേ അതിൻ്റെ പേരെന്താ, എന്തോ സർക്കിൾ പറയുമല്ലോ, അയ്യോ മറന്നു കേട്ടോ, ബ്ലാക്ക് സർക്കിൾ മാറാനും കണ്ണിൻ്റെ താഴെമുകളിലുള്ള കറുപ്പ് മാറാനും ഇതെനിക്ക് നന്നായിട്ട്, എനിക്ക് അങ്ങനെ കണ്ണിൻ്റെ താഴെ മുകളിലും അങ്ങനെ കറുപ്പ് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ കണ്ണങ്ങനെ ആണോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു സാധനം കണ്ണിൻ്റെ പഫ്നെസ് മാറാൻ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്ത ഞാൻ നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തി തന്നൊരു പ്രൊഡക്റ്റാണ് കൊറിയൻ സ്കിൻ കെയറിൻ്റെ ബ്യൂട്ടി ഓഫ് ജോൺസൻ്റെ ഡൈനസ്റ്റി ക്രീം. ഇത് ഞാൻ മറ്റേ ഡ്രൈ സ്കിന്നിന് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ എനിക്കായിട്ടില്ല. മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഒരു തവണ ഇട്ട് നമുക്കങ്ങനെ അറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നന്നായിട്ട് സ്കിന്ന് മോയ്സ്ചർ ചെയ്തിട്ടായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്നത്. കാരണം ചില ദിവസം രാവിലെ എനിക്കും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും. പക്ഷേ ഞാൻ ജോലിക്ക് പോയി ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ എൻ്റെ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ ഓയിൽ ഒലിച്ചിറങ്ങും. ഇതാണോ ഗൈസ് കോമ്പിനേഷൻ സ്കിന്നെന്ന് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ജോ ലൈൻ വരാനും ഡബിൾ ചിൻ മാറാനും ഒക്കെ ഈ എക്സസൈസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. എനിക്കിങ്ങനെ ചുമ വരുമ്പോഴാണ് എൻ്റെ ഈ ഒരു ഡബിൾ ചിന്ന് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ചുമയില്ലെങ്കിൽ എനിക്ക് ഡബിൾ ചിന്നില്ല. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൊറിയൻ ഈ ഒരു സാധനമാണ് ആപ്ലിക്കൻ്റർ. അത് വെച്ചിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അയ്യോ, എല്ലാ ദിവസവും രാത്രിയും രാവിലെയൊക്കെ ഇത് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. എന്നെ പോലെ വല്ലപ്പോഴും ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. എല്ലാ ദിവസവും തല കുളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഞാൻ സ്കിൻ കെയർ രാത്രിയിലത്തെയും രാവിലത്തെയും റൊട്ടീൻ നന്നായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കൻ്ററൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് രാവിലെയും രാത്രിയൊന്നും സമയം കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല. ഇങ്ങനെ വല്ലപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ ചുമയ്ക്കുമ്പോൾ എൻ്റെ ഡബിൾ ചിന്ന് നന്നായിട്ട് ഇറങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ജോ ലൈൻ വരാനും നമ്മുടെ സ്കിന്നിങ്ങനെ കൊറിയൻകാരുടെ സ്കിന്നെ കണ്ടില്ല ഇങ്ങനെ വി പോലെ ഇരിക്കും. എനിക്ക് വി പോലെ ഇരിക്കണം എന്നൊന്നുമില്ല. എനിക്ക് ഈ ഒരു ഭാഗത്തും ഒരു ലൈൻ വന്ന് കിട്ടിയാൽ മതി. കാരണം എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഡബിൾ ചിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പം എന്താ ചെയ്യണ്ടേ, ഇതൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് വർക്കാവുന്ന ഒരു സാധനമൊന്നുമില്ല. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ചുമപ്പുണ്ടോ, സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണ് മുഖം നമുക്ക് ചുമക്കുന്നത്. നല്ല രീതിയിൽ നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ നമുക്കതൊരു റിസൾട്ട് കിട്ടും കണ്ടോ. ചിലരിത് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ആക്കാറുണ്ട്. എനിക്ക് ഇവിടെയൊന്നും ഒന്നും ഇല്ല, ഇങ്ങനെ ആക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. സോ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ
മാസ്ക് ഇടാൻ മറന്നുപോയി. മാസ്ക് ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കടക്കുന്നതായിരുന്നു കൂടുതൽ എളുപ്പം. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബോഡി ലോഷൻ. ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എക്സ്ഫോളിയേഷനൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ബോഡി ഹൈഡ്രേറ്റ് ആക്കുന്നത് മസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനിയല്ല, ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ബോഡി ലോഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, പറയാൻ പറ്റുന്നില്ല ഇതിൻ്റെ മണം. എനിക്ക് ഈ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അലോവേര എന്ന് കൊടുത്തിട്ട് അലോവേര കഴിച്ചതിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷേ ഇതിൻ്റെ മണം ഉണ്ടല്ലോ. അത്തപ്പൂക്കള മത്സരത്തിന് നമ്മളെല്ലാ പൂവും കൂടെ ശേഖരിച്ചിട്ട് നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് കയറുമ്പം എല്ലാ പൂവിൻ്റെയും കൂടെ ഒരു മണം നമുക്ക് അടിക്കത്തില്ലേ? ആ സെയിം മണമാണ്. ഞാൻ ഈ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ കാക്കി മണപ്പിച്ച് നോക്കിയിട്ടായിരിക്കും ചില ദിവസം കിടന്നുറങ്ങുന്നത്. ചില ദിവസം ഞാനിത് വാരി പുറത്തൊക്കെ അങ്ങ് തേച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇത് തേച്ചിട്ട് വരാം. ഇത് കറക്റ്റ് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. നല്ല പോലെ കണ്ട ബോഡി നന്നായിട്ട് മോയ്സ്ചറൈസർ ആവാൻ ഇത് ഞാനിത് പോയി തേച്ചിട്ട് പെട്ടെന്ന് വരാം. ഇതെൻ്റെ പുതിയ നൈറ്റ് ഡ്രസ്സാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ടെമൂന്ന് വാങ്ങിച്ചതാണ്. 4 പൗണ്ട്. കുറേ നാളായിട്ട് കുറേ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്നെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ബോഡി നന്നായിട്ട് മോയ്സ്ചറൈസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ്, ഈ ഒരു കെമിസ്റ്റഡ് പ്ലെയിൻ്റെ ഒരു അണ്ടർ ആം റോളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറേ റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് അണ്ടർ ആം ബ്ലാക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കങ്ങനെ റിസൾട്ട് അറിയുന്നില്ല. പക്ഷേ ഇനി ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. സോ അടുത്ത നമ്മളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെയർ ആണ്. നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസായി, സ്കിന്ന് ഹൈഡ്രേറ്റായി, നമ്മുടെ ബോഡി ഹൈഡ്രേറ്റായി. ഇനി നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറും കൂടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഷാമ്പു തേച്ച് കണ്ടീഷണർ തേച്ച ഉടനെ ഹെയർ ഇങ്ങനെ തോർത്താറില്ല, പെട്ടെന്ന് തന്നെ ഞാൻ കെട്ടി വെക്കും. അപ്പോൾ ഏകദേശം ഉള്ള വെള്ളമൊക്കെ ഈ തുണിയിൽ തന്നെ ആവും. അടുത്ത ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ കൈ കൊണ്ടായിരിക്കും ചേട എടുക്കുന്നത്. ഇതെനിക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാണ് കേട്ടോ. എൻ്റെ അമ്മ പണ്ട് പറയാറുണ്ട് ഇങ്ങനെ. ഞാൻ പണ്ട് ചീപ്പൊക്കെ ഇട്ട് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് ചീപ്പൊക്കെ ഇട്ട് കൊന്നിട്ട് അമ്മ പറയും ഇങ്ങനെ മുടി കുളിച്ചുടനെ കോതിയാൽ പൊട്ടിപ്പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. സോ അതുകൊണ്ട് അന്നേ മുതൽ ഞാൻ ശീലിച്ചൊരു കാര്യമാണ്, കുളിച്ച ഉടനെ വന്നിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് ഞാൻ മുടി ഉണക്കാറുമില്ല, ചീപ്പിട്ടിട്ട് മുടി അങ്ങനെ കോതാറുമില്ല. ചെടയൊക്കെ കളയുന്നത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതി ചീവിയിട്ടായിരിക്കും ചെട കളയുന്നത്. എൻ്റെ മുടി ഞാൻ പോലും അറിയത്തില്ല ഞാനിങ്ങനെ ചെട കളയുന്ന കാര്യം. സോ പതിയെ വേദനിക്കാണ്ട്, എനിക്ക് കുറേ നേരം തല ഇങ്ങനെ വേദനിക്കുന്ന രീതിയിലൊക്കെ ചെയ്താൽ ഭയങ്കര തലവേദനയായിരിക്കും. അതുകൊണ്ട് ഞാനും എൻ്റെ മുടിയും അറിയാത്ത രീതിയിലായിരിക്കും ഞാൻ ഉണക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ബിക്കോസ് ഇപ്പം ഞാൻ മുടി ചെട കളഞ്ഞിട്ടുണ്ട്. ഈ ചെട കളഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ ഹെയർ ഒരു ഹാഫ് ഡ്രൈ ആവും. ഹാഫ് ഡ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നനവ് ഒട്ടും വളരെ മാറാണ്ട് ചെറിയൊരു സ്റ്റിക്കി നനവുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു നനവുള്ള സമയത്തായിരിക്കും ഞാൻ ലോറിയലിൻ്റെ ടോട്ടൽ റിപ്പയറിൻ്റെ ഹെയർ സിറം യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് 3 to 4 വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. വേറെ ഒരു ഹെയർ സിറവും ഞാൻ എൻ്റെ തലയിൽ തേക്കാറില്ല. ഇത് നല്ലതാണെന്നൊന്നുമല്ല, അങ്ങ് ശീലിച്ചു പോയൊരു കാര്യം നമ്മൾ മാറ്റത്തില്ല. സോ സ്കാൽപ്പിലൊന്നും ആവാണ്ട് നമ്മുടെ മുടിക്ക് നല്ല മണവുമാണ്. ഇപ്പോൾ രാവിലെ പോകാൻ എണീക്കുന്ന സമയത്ത് എൻ്റെ മുടി സ്ട്രൈറ്റനിങ് ചെയ്ത്, അതായത് സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് മാത്രം നല്ല സിൽക്കി ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. കുറച്ച് കഴിഞ്ഞ് മുടി ഉണങ്ങുമ്പം ഇതുവരെയുള്ള ഭാഗം ഇങ്ങനെ പൊങ്ങി ചുരുണ്ടിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്ന നേരത്ത് ഭയങ്കര ഫ്രിസി ആയിട്ട് ഇങ്ങനെ നമ്മുടെ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. എനിക്കാണെങ്കിൽ എപ്പോഴും ഹെയർ വാക്സ് യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല. എനിക്ക് ഹെയർ വാക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നിട്ട് എനിക്ക് കുളിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ മുടി ഓൾറെഡി 2 ദിവസം കുളിക്കാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ് ഫോർ എവർ. ഫസ്റ്റ് ഒരു ചീപ്പ് എടുക്കുക. ചീപ്പിൻ്റെയൊക്കെ മുടികളാട്ടെ. ഓക്കെ, ഫസ്റ്റ് ഒരു ചീപ്പ് എടുക്കുക.
ഇത് വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഫേസ് ആൻഡ് ബോഡി ആൻഡ് ഹെയർ മിസ്റ്റാണ്. ഭയങ്കര മണമാണ് ഇത്. ഇപ്പോഴല്ല മണം, നമ്മൾ രാവിലെ ഉറക്കമണിക്കുമ്പോൾ നമ്മൾ മുടിയൊക്കെ ഒന്ന് ഫ്രീസ് ആകുമ്പോഴത്തേക്കും ഒരു മണം വരും. ഭയങ്കര രസമാണ്. 2 to 3 ദിവസം വരെ ഇതെൻ്റെ മുടി തന്നെ. അപ്പോൾ നമ്മളിത് ഡയറക്റ്റായിട്ട് മുടി അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു ചീപ്പ് എടുക്കാം, സാധനം എടുക്കാം, ചീപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ മുടി എടുക്കുക, ജസ്റ്റ് ഒന്ന് കോതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലാവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. സ്കാൽപ്പിൽ ഇങ്ങനെ ആവാൻ പാടില്ല. ഇതും ഞാൻ വീണ്ടും നിങ്ങളടുത്ത് പറയുവാണ്, ഒരു ഹാഫ് ഡ്രൈ ആവുന്ന സമയത്തായിരിക്കും എൻ്റെ മുടിയിൽ ഞാൻ ഈ കോമ്പ് കൊണ്ട് തൊടുന്നത് തന്നെ. അതിന് മുന്നിൽ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോതി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിൽ ഉടനീളം നല്ല സ്മെല്ലുണ്ട്. സോ ഇതെല്ലാം കഴിഞ്ഞ് മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ടായിരിക്കും ഞാൻ കിടന്നുറങ്ങാറ്. ഞാൻ മുടിയിൽ ഡ്രയർ യൂസ് ചെയ്യാറില്ല. എത്ര ഇതായാലും ഡ്രയർ യൂസ്. ഇനി എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പോകണം, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, മുടി സ്റ്റൈലിൽ കെട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഡ്രയർ യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ പോലും ഞാൻ കാറിലിരുന്ന് മുടി ഉണങ്ങട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുമായിരിക്കും ചെയ്യുന്നത്. സോ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. സോ കഴിഞ്ഞു. സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു, എന്തിൻ്റെങ്കിലുമൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. കാരണം കൂടുതലും ഞാൻ ഈ കമൻറ്റ്സ് വായിക്കാറില്ല, അതാണ് സത്യം. എനിവേ, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഗുഡ് നൈറ്റ് എവറിബഡി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. നീരജ അമോസ്.